वाणीगुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवासजगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनाम् ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായമാണെന്ന് കാണുന്നത്. അഥ അഷ്ടമോധ്യായ. എന്താണ് ഇവിടെ വർണ്ണിക്കുന്നത്? വിഷ്ണു ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. അതാണ് ഈ ഒരു അധ്യായത്തിൽ വിസ്തരിക്കുന്നത്. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയർ പറഞ്ഞു. എന്തു പറഞ്ഞു? സത്സേവനീയോ ബത പൂർവംശോ യല്ലോകപാലോ ഭഗവത് പ്രധാനഃ ബഭൂവിഥേഹാജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ ഭീക്ഷ്ണം. സത്സേവനീയോ ബത പൂർവംശഃ യല്ലോകപാലോ ഭഗവത് പ്രധാനഃ ബഭൂവിഥേഹ അജിതകീർത്തിമാലാം പദേ പദേ നൂതനയസ്യ അഭീക്ഷ്ണം. നൂതനയസി അഭീക്ഷ്ണം ഇങ്ങനെയാണ് പദം വരുന്നത്. നോക്കുക എന്താ അർത്ഥം. ബത എന്ന് പറഞ്ഞാൽ അഹോ പൂർവംശഃ സത്സേവനീയഃ യത് ഭഗവത് പ്രധാനഃ ലോകപാലഃ ഇഹ ബഭൂവിഥ അജിതകീർത്തിമാലാം പദേ പദേ അഭീക്ഷ്ണം നൂതനയസി. പൂർവംശഃ സത്സേവനീയഃ. പൂരുവിൻ്റെ വംശം സജ്ജനങ്ങൾക്ക് ആശ്രയിക്കത്തക്കതായി തീർന്നിരിക്കുന്നു. കാരണം എന്താ? അത് ഭഗവാനെ എല്ലാ പ്രകാരത്തിലും ആശ്രയിച്ചവനും ലോകപാലനും ധർമ്മരാജാവുമായ അങ്ങ് ആ വംശത്തിൽ ജനിച്ചില്ലേ ആണ് ചോദിക്കുകയാണ്. മൈത്രേയർ പറയാണ്. ആരോടാ പറയണത്? വിതുരരോട് പറയാണ്. ആ പൂർവംശം കേമം തന്നെയാണ്. ഭഗവത് പ്രധാനഃ ലോകപാല ഇഹ ബഭൂവിത. അതാണ് ഭഗവാനെ മാത്രം പ്രധാനമാക്കി അല്ലെങ്കിൽ പ്രധാനമായി കാണുന്ന ലോകപാലഃ യമധർമ്മരാജൻ. ആ യമധർമ്മനാണ് വിതുരനായിട്ട് വന്നത്. വിതുരനോട് തന്നെയാണ് പറയണതേ. യമധർമ്മന് മാണ്ഡവ്യം മഹർഷിയുടെ ശാപം കിട്ടിയിട്ട് അങ്ങനെ വിതുരനായതാ. ഇഹ ബഭൂവിധ ജനിച്ചില്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു വംശം വളരെ കേമം തന്നെ. മാത്രമല്ല അങ്ങ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ കഥകളെ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പണ്ട് നടന്ന ആ ഭഗവാന്റെ കഥകളൊക്കെ പുതിയതാക്കി മാറ്റുകയാണ് അങ്ങ് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട്. ഇതാണ് അജിതകീർത്തിമാലാം പദേ പദേ അഭീക്ഷ്ണം നൂതനയസി. വ്യക്തമായില്ലേ? സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യദാഹ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. സോഹം നൃണാം ക്ഷുല്ലസുഖായ ദുഃഖം. ക്ഷുല്ലസുഖായ അല്പസുഖത്തിനു വേണ്ടി മഹത് ദുഃഖം വലിയ ദുഃഖത്തെ ഗതാനാം പ്രാപിച്ചിട്ടുള്ള നൃണാം മനുഷ്യർക്ക് തസ്യ വിരമായ സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ യത് ഭാഗവതം പുരാണം ആഹ സഹ അഹം പ്രവർത്തയേ. വലിയ ദുഃഖം ലോകത്തിൽ മിക്കവാറും ആളുകൾ തുച്ഛമായ സുഖത്തിന് വേണ്ടി കഷ്ടപ്പെടുക പതിവ്. എന്നിട്ടെന്താ ഉണ്ടാവുക? അവസാനം ദുഃഖിച്ച് അങ്ങനെ കഴിയുക. അവരുടെ ദുഃഖം പൂർണ്ണമായിട്ടില്ലാണ്ടാവാൻ ആണ് താപത്രയ നിവാരണം. അവരുടെ ദുഃഖം പൂർണ്ണമായിട്ട് നശിക്കാനായി ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്യാം? ആ ഭാഗവത പുരാണം ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു തരാം. ഈ ഒരു ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ദുഃഖനിവൃത്തി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശാശ്വതമായ ദുഃഖനിവൃത്തി, ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവും, ഒരു സംശയവുമില്ല എന്ന് പറയണം. മൈത്രേയ മഹർഷി വിതുരരെ ഒന്ന് അഭിനന്ദിച്ചതിന് ശേഷം വിതുരർക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ അത് ഭാഗവതത്തിലുള്ളതുകൊണ്ട് ആ പുരാണത്തെ തന്നെ വിസ്തരിച്ച് പറയാൻ പുറപ്പെടുകയാണ്. ഈയൊരു ഭാഗവതം ഭഗവാൻ തന്നെ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഋഷിമാർക്ക് ഉപദേശിച്ചതാണ്. അത് താനങ്ങനെ ഗ്രഹിച്ചു.
അത് ഞാൻ എൻ്റെ ശക്തിക്കനുസരിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം. ഭഗവാൻ ഏത് സ്വരൂപത്തിൽ ഏത് ഋഷിമാർക്ക് ഉപദേശിച്ചതാണ് എന്ന് മൈത്രേയ മഹർഷി ഇനിയിപ്പം 7 ശ്ലോകം കൊണ്ട് പറയാൻ പുറപ്പെടുകയാണ്. എങ്ങനെയാണ് മൈത്രേയർ ഇത് മനസ്സിലാക്കിയത് എന്നുള്ളത് പറയാൻ പുറപ്പെടുകയാണ്. 3-ാമത്തെ ശ്ലോകം നോക്കൂ. ആസീനമുർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവമകുണ്ഠസത്വം വിവിസ്തവസ്തത്വമതഃ പരസ്യ കുമാരമുഖ്യ മുനയോ അന്വപൃച്ഛൻ. ആസീനം ഉർവ്യാം ഭഗവന്തമാദ്യം സംഘർഷണം ദേവം അകുണ്ഠസത്വം. എന്താ പറയണത്? കുമാരമുഖ്യാ മുനയ ഉർവ്യാം ആസീനം ഭഗവന്തം ആദ്യം ദേവം അകുണ്ഠസത്വം സംഘർഷണം അതഃ പരസ്യ തത്വം വിവിത്സവ അന്വപൃച്ഛൻ. കുമാരമുഖ്യാ എന്ന് പറഞ്ഞാൽ സനകാദികൾ, സനകാദികളായ മുനയ മുനിമാർ ഉർവ്യാം ആസീനം ഭഗവന്തം ആദ്യം ദേവം അകുണ്ഠസത്വം സംഘർഷണം. ഉർവ്യാം ആസീനം ആ അധോലോകത്തിൽ ഇരിക്കുന്ന സർവൈശ്വര്യാദിഗുണയുക്തനായ ആദിദേവനായ ആ അകുണ്ഠസത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭംഗം ഇല്ലാത്ത ആനന്ദത്തോടു കൂടിയവൻ, വിശുദ്ധ ജ്ഞാനത്തോടു കൂടിയവൻ. അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിയോട് ആദിശേഷനോട് അതഃ പരസ്യതത്വം വിവിത്സവ അന്വപൃച്ഛൻ. ഈ സംഘർഷണൻ്റെ മുകളിൽ നിലകൊള്ളുന്ന ആ വാസുദേവൻ്റെ തത്വത്തെപ്പറ്റി, ആ വിഷ്ണു ഭഗവാന്റെ തത്വത്തെപ്പറ്റി സംഘർഷനോട് ആദിശേഷനോട് ചോദിച്ചു. അറിയാൻ ആഗ്രഹിച്ചും കൊണ്ട് അന്വപൃച്ഛൻ വിനയപൂർവം ചോദിച്ചു. പണ്ട് ഭഗവാൻ സംഘർഷണമൂർത്തി സനകാദി ഋഷികൾക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ ഭാഗവതം. പാതാളലോകത്തിനും താഴെയാണ് സംഘർഷണമൂർത്തിയുടെ സ്ഥലം. ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ തന്നെ താങ്ങി നിർത്തുന്നത് സംഘർഷണമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ 1000 ഭണങ്ങളിലെ ഒരു ഭണത്തിൽ കടുകുമണി പോലെ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിയോട് ആ ആദിശേഷൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന ആ വിഷ്ണു ഭഗവാന്റെ പ്രഭാവത്തെ പറ്റി പണ്ട് സനകാദികൾ ചോദിച്ചു. അപ്പോൾ ആ സംഘർഷണമൂർത്തി സനകാദികൾക്ക് ആ വിഷ്ണു ഭഗവാന്റെ മഹത്വത്തെ പറഞ്ഞു കൊടുത്തു ആണ് ചോദിച്ച സമയത്ത്. സ്വമേവധിഷ്ണ്യം ബഹുമാനയന്തം യം വാസുദേവാഭിധം ആമനന്തി പ്രത്യഗ്ധൃതാക്ഷാംബുജകോശമീഷദുന്മീലയന്തം വിബുധോദയായാം. സ്വമേവധിഷ്ണ്യം എന്നാണ്. സ്വം ഏവാധിഷ്ണ്യം യം വാസുദേവാഭിധം ആമനന്തി ബഹുമാനയന്തം പ്രത്യഗ്ധൃതാക്ഷാംബുജകോശം വിബുധോദയായ ഈഷത് ഉന്മീലയന്തം. എന്താ പറയണത്? സ്വം ഏവധിഷ്ണ്യം, തന്നെ സംബന്ധിച്ച് തന്നെ ധിഷ്ണ്യം ആശ്രയഭൂതനായിരിക്കുന്ന തനിക്ക് താൻ തന്നെയാണ് ആശ്രയം. യം വാസുദേവാഭിധം, അങ്ങനെയുള്ള ആ വാസുദേവൻ എന്ന സംജ്ഞയോടുകൂടിയവനായിട്ട് ആമനന്തി പരിഗണിക്കുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപനെ ബഹുമാനയന്തം ആരാധിക്കുന്നവനായും പ്രത്യഗ്ധൃതാക്ഷാംബുജകോശം പ്രത്യേകാത്മാവിൽ ഉറപ്പിക്കപ്പെട്ട അന്തർമുഖമാക്കിയ ആ നയന മുകുളത്തെ വിബുധോദയായ ജ്ഞാനികളായ സനകാദികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈഷദുന്മീലയന്തം കുറഞ്ഞൊന്ന് തുറന്നും കൊണ്ട്, ഉന്മീലയന്തം എന്ന് പറഞ്ഞാൽ ആ കണ്ണും തുറക്കണ്, കണ്ണ് ചെറുതായി ഒന്ന് തുറന്ന് ആ സംഘർഷണമൂർത്തിയോട്, അങ്ങനെയുള്ള സംഘർഷണമൂർത്തിയോട് ചോദിക്കുകയാണ്. തനിക്ക് ആശ്രയീഭൂതനും വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനും സച്ചിദാനന്ദ സ്വരൂപിയുമായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘർഷണമൂർത്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്തർമുഖമാക്കി തീർത്ത് അദ്ദേഹം കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. സനകാദികൾ അടുത്ത് വന്ന സമയത്ത് മെല്ലെ ഒന്ന് കണ്ണു തുറന്നു, പകുതി അടച്ചും കൊണ്ട് പകുതി തുറന്നും കൊണ്ട്, കുറച്ചൊന്ന് അടഞ്ഞുപോയ ആ നേത്രകമലങ്ങളോടുകൂടിയവനും ആണ് താല്പര്യം. സനകാദികളെ കാരുണ്യത്തോടെ കടാക്ഷിക്കുന്നവനായിരിക്കുന്ന ആ സംഘർഷണൻ ആ സംഘർഷണമൂർത്തിയോട് ചോദിച്ചു. ഇനി ആ സനകാദികളുടെ വിശേഷണം പറയാണ്. എന്താ പറയണത്? സ്വർധുന്യുദാർദ്രൈ സ്വജടാകലാപൈ
ഉപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർച്ഛന്തി അഹിരാജകന്യാ സപ്രേമനാനാബലിഭിർവരാർത്ഥാഃ സ്വർധുന്യുദാർദ്രൈഃ സുജടാകലാപൈഃ ഉപസ്പൃശന്തശ്ചരണോപധാനം പത്മം യദർച്ഛന്ത്യഹിരാജകന്യാ സപ്രേമനാനാബലിഭിർവരാർത്ഥാഃ. ഒരു ശ്ലോകം കൂടി നോക്കാം. മുഹുർഗൃണന്തോ വരസാനുരാഗസ്ഖലത് പദേനാസ്യ കൃതാനി തജ്ഞാഃ കിരീടസാഹസ്രമണിപ്രവേഗപ്രദ്യോതിതോദ്ദാമഭണാസഹസ്രം. എന്താ പറയണത്? അഹിരാജകന്യാഃ വരാർത്ഥാഃ സപ്രേമനാനാബലിഭിഃ യത് അർച്ചന്തി ചരണോപധാനം പത്മം സ്വർധുന്യുദാർദ്രൈഃ സുജടാകലാപൈഃ ഉപസ്പൃശന്തഃ അസ്യ കൃതാനി അനുരാഗസ്ഖലത് പദേന വജസാ മുഹുഃ ഗൃണന്തഃ തജ്ഞാഃ കിരീടസാഹസ്രമണിപ്രവേഗപ്രദ്യോതിതോദ്ദാം ഭണാസഹസ്രം. അഹിരാജകന്യാഃ എന്താ അർത്ഥം? അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, നാഗം. അഹിരാജകന്യാഃ നാഗരാജകുമാരിമാർ. വരാർത്ഥാഃ ഭർതൃലാഭത്തെ ആഗ്രഹിച്ചുകൊണ്ട് സപ്രേമനാനാബലിഭിഃ ഭക്തിയോടെ വിവിധോപഹാരങ്ങളാൽ യത് അർച്ചന്തി യാതൊന്നിനെ ആരാധിച്ചു വരുന്നുവോ ചരണോപധാനം പത്മം ആ പാദോപധാനമായ ആ താമരപ്പൂവിനെ സ്വർധുന്യുദാർദ്രൈഃ സുജടാകലാപൈഃ സ്വർഗംഗാജലം കൊണ്ട് നനഞ്ഞിട്ടുള്ള തങ്ങളുടെ ജടാഭാരങ്ങളാൽ ഉപസ്പൃശന്തഃ അസ്യ സ്പർശിക്കുന്നവരായും അസ്യ ഈ ഭഗവാന്റെ കൃതാനി അനുരാഗസ്ഖലത് പദേന ആ കർമ്മങ്ങളെ പ്രേമഭക്തിയാൽ ഇടറുന്ന പദങ്ങളോടുകൂടിയ വരസ വാക്കുകൊണ്ട് മുഹുഹു ഗൃണന്തഃ വീണ്ടും വീണ്ടും സ്തുതിച്ച് തജ്ഞാഃ ആ ഭഗവത് കർമ്മങ്ങളെ അറിയുന്നവരായും ഇരിക്കുന്ന മുനിമാർ കിരീടസാഹസ്രമണിപ്രവേഗ പ്രദ്യോദ്ദാം ഭണാസഹസ്രം. കിരീടങ്ങൾ എത്രയത് കണക്കില്ല, സഹസ്രം എന്നാണ്, 1000-ത്തിലധികം ശിരസ്സുകൾ, പലതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന കിരീടം. അങ്ങനെയുള്ള ആ സംഘർഷനോട് സനകാദികൾ ചോദിച്ചു. നാഗരാജകുമാരിമാർ തൻ്റെ യോഗ്യനായ പതിയെ ലഭിക്കാനായി പല പൂജാദ്രവ്യങ്ങളെ കൊണ്ട് സംഘർഷണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭക്തിയോടെ പൂജിക്കുന്നു. ഗംഗാസ്നാനം കൊണ്ട് നനഞ്ഞ ജടകളോടുകൂടിയ സനകാദികൾ, അത് സനകാദികളുടെ വിശേഷണമാണ്. ഗംഗാസ്നാനം കൊണ്ട് നനഞ്ഞ ജടകളോടുകൂടിയ ആ സനകാദികൾ സംഘർഷണമൂർത്തിയെ നമസ്കരിച്ചു. ഭക്തി നിറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് വാക്കടറിങ്ങൊണ്ട് ഭക്തി കൊണ്ട് ഗദ്ഗത കണ്ഠത്തോടെ അവർ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ മഹിമ നല്ലപോലെ അറിയുന്ന ആ സനകാദികൾ 1000 ശിരസ്സുകളോടുകൂടിയ സംഘർഷണൻ, 1000 ഭണങ്ങളാണ് ആ സംഘർഷണമൂർത്തിക്ക്, ഓരോന്നിലും മിന്നിത്തിളങ്ങുന്ന പൊൻകിരീടങ്ങൾ. അങ്ങനെ അവിടെ ശോഭിക്കുന്ന ആ സംഘർഷണമൂർത്തിയോട് ഭഗവാന്റെ, ആ വിഷ്ണു ഭഗവാന്റെ, ആ വാസുദേവൻ്റെ പരമാർത്ഥ തത്വത്തെപ്പറ്റി സനകാദികൾ ചോദിച്ചു. പ്രോക്തം കിലൈതത് ഭഗവത്തമേന നിവൃത്തിധർമാഭിരതായ തേന സനത്കുമാരായ സചാഹ പൃഷ്ടഃ സാംഖ്യായനായ അംഗധൃതവ്രതായ. ഏതത് ഭഗവത്തമേന തേന നിവൃത്തിധർമാഭിരതായ സനത്കുമാരായ പ്രോക്തം കില അംഗ സഹ ച ധൃതവ്രതായ സാംഖ്യായനായ പൃഷ്ടഃ ആഹ. ഏതത് ഈ ഭാഗവതം, ഈ ഭാഗവതശാസ്ത്രം ഭഗവത്തമേന മഹാജ്ഞാനിയായ നർത്ഥം, തേന ആ സംഘർഷണാൽ, സംഘർഷണമൂർത്തിയാൽ, ജ്ഞാനസ്വരൂപനായ സംഘർഷണ ഭഗവാൻ ഈ നിവൃത്തിമാർഗനിരതരായ മഹർഷിമാർക്ക് ഭാഗവതം ഉപദേശിച്ചു. ഇതാണ് വർണ്ണിക്കുന്നത്. നിവൃത്തിധർമാഭിരതായ, നിവൃത്തിമാർഗത്തിൽ ശ്രദ്ധിക്കുന്ന സനത്കുമാരായ സനത്കുമാരമുനിക്ക് പ്രോക്തങ്കില ഉപദേശിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അംഗ അല്ലയോ പ്രിയപ്പെട്ടവനെ, അല്ലയോ വിതുര, സഹച ആ മുനി, ധൃതവ്രതായ സാംഖ്യായനായ പൃഷ്ടഃ ആഹ, ശ്രേഷ്ഠനായ സാംഖ്യായനൻ
സനത്കുമാരൻ ആ ഭാഗവത്തെ സാംഖ്യായന മഹർഷി ഉപദേശിച്ചു കൊടുത്തു. പിന്നെയോ സാംഖ്യായന പാരമഹംസ്യമുഖ്യ വിവക്ഷമാണോ ഭഗവദ്വിഭൂതി ജഗാദസോസ്മദ്ഗുരുവേന്വിതായ പരാശരായാഥ ബൃഹസ്പതേശ്ച. ആ സാംഖ്യായന മഹർഷി പാരമഹംസ്യമുഖ്യ സഹ സാംഖ്യായന ഭഗവദ്വിഭൂതി വിവക്ഷമാണ അന്വിതായ അസ്മദ്ഗുരവേ പരാശരായ അഥ ബൃഹസ്പതേ ച ജഗാദ. പരമഹംസന്മാരുടെ ധർമ്മത്തിൽ പ്രമുഖനായ ആ പരമഹംസനായ സാംഖ്യായനൻ ഭഗവദ്വിഭൂതി ഭഗവാന്റെ ഈ ഐശ്വര്യാദി ഗുണങ്ങളെ, ഈ ഭാഗവത്തെ അസ്മദ്ഗുരവേ നമ്മുടെ ഗുരുവായ പരാശര മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. പരാശരനാര വ്യാസമഹർഷിയുടെ അച്ഛൻ പരാശര മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല അഥ ബൃഹസ്പതേഹ ച ജഗാദ, ബൃഹസ്പതിക്കും ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിക്കും ഈ ഭാഗവത്തെ സാംഖ്യായന മഹർഷി പറഞ്ഞു കൊടുത്തു. സാംഖ്യായന മഹർഷിക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? സനത്കുമാരൻ. സനത്കുമാരാദികൾക്ക് ആരാ പറഞ്ഞു കൊടുത്തത്? സംഘർഷണൻ. അങ്ങനെയാണ് ഒരു പരമ്പര, അത് വർണ്ണിക്കുകയാണ്. സംഘർഷണമൂർത്തി നിവൃത്തിമാർഗനിരതരായ സനകാദികൾക്ക് ഭാഗവതം ഉപദേശിച്ചു. അവരിൽ സനൽകുമാരൻ ഭാഗവത്തെ സാംഖ്യായന മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ആ പരമഹംസനായ സാംഖ്യായനൻ ഈ ഭാഗവത പുരാണത്തെ ബൃഹസ്പതിക്കും പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ ഗുരുവായ പരാശര മഹർഷിക്ക്, പരാശരൻ ആണ് മൈത്രേയ മഹർഷിയുടെ ഗുരുനാഥൻ, വ്യാസരുടെ അച്ഛനായ പരാശര മഹർഷി. പരാശര മഹർഷി പിന്നെ അത് പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഈ ഭാഗവതം എനിക്ക് ഉപദേശിച്ചു തന്നു ആണ് വർണ്ണിക്കുന്നത്. പ്രോവാചമഹ്യം സദയാലുരുക്ത മുനി പുലസ്ത്യേന പുരാണമാദ്യം സോഹം തവൈതത് കഥയാമി വത്സ ശ്രദ്ധാലവേ നിത്യം അനുവ്രതായ. പ്രോവാചമഹ്യം ദയാലുഹു പുലസ്ത്യേന ഉക്തഃ സഹ മുനി, ദയാലുവായ കാരുണ്യവാനായ പുലസ്ത്യ മഹർഷി, പരാശര മഹർഷി പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഈ ഭാഗവതം എനിക്ക് ഉപദേശിച്ചു തന്നു എന്നാണ്. അതാണ് വർണ്ണിച്ചത്. ദയാലുഹു പുലസ്ത്യേന ഉക്തഃ സഹ മുനി ആദ്യം പുരാണം മഹ്യം പ്രോവാച വത്സ സഹ അഹം ശ്രദ്ധാലവേ നിത്യം അനുവ്രതായ തവ ഏതത് കഥയാമി. പരാശര മഹർഷി പുലസ്ത്യ മഹർഷിയുടെ അനുഗ്രഹത്താൽ ഈ ഭാഗവതം എനിക്ക് ഉപദേശിച്ചു തന്നു. ശ്രദ്ധാലുവും അനുസരണയും ഉള്ള ശിഷ്യനായ അങ്ങയ്ക്ക്, വിതുര, ശ്രദ്ധാലുവായിട്ടുള്ള അങ്ങയ്ക്ക് ഈ ഭാഗവതം ഞാൻ ഉപദേശിച്ചു തരാം. ഇവിടെ പുലസ്ത്യേന ഉക്തഃ എന്നുള്ള ദിക്കിൽ അവിടെ ഒരു സൂചിത കഥ ഉണ്ട്. വസിഷ്ഠ മഹർഷിയുടെ പുത്രനും പരാശര മഹർഷിയുടെ പിതാവുമായ ശക്തി എന്ന ഋഷി, ആ ഋഷിയെ ഒരു രാക്ഷസൻ കൊന്നപ്പോൾ ദേഷ്യം പിടിച്ച് പരാശര മഹർഷി രാക്ഷസവർഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു സത്രം ആരംഭിച്ചു. ഈ രാക്ഷസന്മാരെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള ആ യാഗത്തിൽ പരാശര മഹർഷിയെ വസിഷ്ഠ മഹർഷി അച്ഛൻ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉപദേശിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. വസിഷ്ഠൻ്റെ ഉപദേശത്തെ മാനിച്ച് പരാശരൻ യാഗം വേണ്ടാന്ന് വെച്ചു. ഈ പുലസ്ത്യ മഹർഷിയുടെ വംശത്തിൽപ്പെട്ടവരാണ് രാക്ഷസന്മാർ. അപ്പോൾ അവരെ മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ പുറപ്പെട്ടതായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു രാക്ഷസന്മാരെ മുഴുവൻ കൊല്ലാൻ പുറപ്പെട്ടിട്ട് അതിൽ നിന്ന് വേണ്ടാന്ന് വെച്ച ആ പരാശര മഹർഷിയെ പുലസ്ത്യ മഹർഷി അടുത്ത് ചെന്ന് അഭിനന്ദിച്ചു. നന്നായിട്ടോ, സന്തോഷമായി, ആ പ്രവൃത്തിയിൽ നിന്ന് നിവർത്തിച്ചപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് സന്തുഷ്ടനായ ആ പുലസ്ത്യ മഹർഷി അങ്ങ് അതിശ്രേഷ്ഠമായ ഒരു പുരാണത്തിൻ്റെ ഉപദേഷ്ടാവായിത്തീരും എന്ന് പരാശരനെ അനുഗ്രഹിച്ചിരുന്നു.
ആ അനുഗ്രഹത്തിൻ്റെ പ്രഭാവത്താലാണ് പരാശര മഹർഷി ഭാഗവതത്തെ മൈത്രേയ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അതാണ് വിഷ്ണു പുരാണം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്ന പുരാണം. ഭാഗവതവും വിഷ്ണു പുരാണവും പ്രതിപാദിക്കുന്നത് ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഇതാണ് ഇവിടെ പുലസ്ത്യേന ഉക്തഃ എന്ന ദിക്കിൽ ഉള്ള സൂചിത കഥ. സ്വപിതാവായ ശക്തിമുനിയെ ഒരു രാക്ഷസൻ ഭക്ഷിച്ചപ്പോൾ പരാശരൻ രാക്ഷസവർഗത്തിൻ്റെ വിരോധിയായിട്ട് മാറി. എല്ലാ രാക്ഷസന്മാരെയും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സത്രം നടത്താൻ പുറപ്പെട്ടു. വസിഷ്ഠർ ഉപദേശിച്ച സമയത്ത് അതിൽ നിന്ന് നിവൃത്തനായി. രാക്ഷസന്മാർ പുലസ്ത്യൻ്റെ സന്തതികളായതുകൊണ്ട് പുലസ്ത്യന് ഈ വാർത്ത അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. അവരെ നശിപ്പിക്കാതിരുന്നതിൽ സന്തോഷിച്ച് ആ പുലസ്ത്യൻ വന്ന് അനുഗ്രഹിച്ചു. അങ്ങ് പുരാണപ്രയോക്താവാകട്ടെ. അങ്ങനെ ഇങ്ങനെയാണ് ആ സംഘർഷണ ഭഗവാൻ സനൽകുമാരനും, സനൽകുമാരൻ സാംഖ്യായനനും, സാംഖ്യായനൻ പരാശരനും, പരാശരൻ തനിക്കും ഉപദേശിച്ചു. ആ ഭാഗതത്വത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഇനി അടുത്ത ശ്ലോകം മുതൽ വിതുരരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം ആ പത്മം ഉണ്ടായത്, ആ പത്മോദ്ഭവത്തെ വർണ്ണിക്കുകയാണ്. അതാണ് 10ാമത്തെ ശ്ലോകം. ഉദാപ്ലുതം വിശ്വമിദം തദാസീത് യന്നിദ്രയാമീലിതദൃങ്യമീലയത് അഹീന്ദ്രതൽപേധിശയാന ഏകഃ കൃതക്ഷണ സ്വാത്മരതൗ നിരീഹഃ. ഉദാപ്ലുതം വിശ്വമിദം തദാസീത്. ഇതം വിശ്വം യത് ഉദാപ്ലുതം ആസീത്. ഈ ലോകം മുഴുവൻ ഏതൊരു കാലത്ത് ഉദാപ്ലുതം ആസീത്, ഏകാർണവജലത്തിൽ മുങ്ങിയതായിരുന്നുവോ. ഈ ലോകമൊക്കെ ഒരു കാലത്ത് പ്രളയജലത്തിൽ മുങ്ങി ലയിച്ചിരുന്നു. ആ സമയത്ത് അപ്പോൾ തഥാ ഏകഃ സ്വാത്മരതൗ കൃതക്ഷണഃ നിരീഹഃ അഹീന്ദ്രതൽപേ അതിശയാനഃ അമീലിതദൃക് നിദ്രയാ ന്യമീലയത്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഏകഃ ഏകനായ ആ ശ്രീനാരായണൻ സ്വാത്മരതൗ സ്വരൂപാനന്ദത്തിൽ അങ്ങനെ മുഴുകി ഇരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ കൃതക്ഷണഃ നിരീഹഃ സ്വസ്വരൂപാനന്ദത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന ഭഗവാൻ നിരീഹഃ ഒരു കർമ്മവും ചെയ്യുന്നില്ലെങ്കിലും അഹീന്ദ്രതൽപേ ആ അനന്തതൽപ്പത്തിൽ അതിശയാനഃ കടന്നുകൊണ്ട് അമീലിതദൃക് തൻ്റെ ആ ചിച്ഛക്തിയോടുകൂടിയവനായിട്ട് നിദ്രയാ നിമീലയത്ത്. നിദ്രയാ യോഗനിദ്ര എന്നർത്ഥം. യോഗനിദ്രയോടെ ന്യമീലയത് കണ്ണടച്ചങ്ങനെ ഇരുന്നു. ആ ഭഗവാൻ പണ്ട് ഈ ലോകമൊക്കെ പ്രളയജലത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആരേ ഉള്ളൂ? ഏകനായ ഭഗവാൻ മാത്രം സ്വരൂപാനന്ദത്തിൽ മുഴുകിയവനായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനവും ഇല്ലാതെ ആനന്ദൻ്റെ പുറത്തങ്ങനെ അനന്തൻ്റെ ആ മെത്തയിൽ യോഗനിദ്രയിൽ മുഴുകി കണ്ണുകൾ അടച്ചങ്ങനെ കടന്നിരുന്നു. അപ്പോഴോ സോന്തശരീരേർപ്പിതഭൂതസൂക്ഷ്മ കാലാത്മികാം ശക്തിമുദീരയാണഃ ഉവാസ തസ്മിൻ സലിലേ പദേ സ്വേ യഥാനലോദാരുണിരുദ്ധവീര്യഃ. സോന്തശരീരേ അർപ്പിതഭൂതസൂക്ഷ്മ സഹ ആ ആദിനാരായണമൂർത്തി അന്തഃശരീരേ അർപ്പിതഭൂതസൂക്ഷ്മ കാലാത്മികാം ശക്തിം ഉദീരയാണഃ തസ്മിൻ സലിലേ സ്വേ പദേ അനലഃ രുദ്ധവീര്യഃ ദാരുണി യഥാ ഉവാസ. സഹ അന്തഃശരീരേ ആ ആദിനാരായണൻ തൻ്റെ ശരീരാന്തർഭാഗത്തിൽ ചേർക്കപ്പെട്ട ആ ഭൂതസൂക്ഷ്മങ്ങളോടുകൂടിയവനായി തൻ്റെ ശരീരാന്തർഭാഗത്ത് സൂക്ഷ്മഭൂതങ്ങളെ ലയിപ്പിച്ച് കാലസ്വരൂപനായ തൻ്റെ ശക്തിയെയും തന്നിൽ ലയിപ്പിച്ച് കാലാത്മികാം ശക്തിയും തൻ്റെ കാലാത്മികയായ ആ ശക്തിയെയും കാലസ്വരൂപമായ ആ ശക്തിയെയും തന്നിൽ ലയിപ്പിച്ചുകൊണ്ടാണ് ആ കാരണതലത്തിൽ കിടന്നത്. തസ്മിൻ സലിലേ സ്വേപദേ അനലഃ രുദ്ധവീര്യഃ ദാരുണി യഥാ ഉവാസ. ആ കാരണജലമാകുന്ന തൻ്റെ അധിഷ്ഠാനത്തിൽ അഗ്നി അകമേ ഒതുക്കിയ ശക്തിയോടെ അരണിയിൽ എന്ന പോലെ വസിച്ചു. അരണിക്കോലിൽ അഗ്നി കാണില്ല, പക്ഷേ തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ അഗ്നി പുറമേക്ക് പ്രകടമാവും. അഗ്നി അതിലുണ്ട്, അല്ലെങ്കിൽ പ്രകടമാവില്ലല്ലോ. പക്ഷേ
അതിന് തമ്മിൽ കടയുന്ന സമയത്തെ അത് പ്രകടമാവുള്ളൂ. ഇതുപോലെ ഭഗവാൻ ഈ കാണുന്ന ഈ ശക്തിയൊക്കെ അതിലുണ്ട്. പക്ഷെ അതങ്ങനെ അകമേ ഒതുക്കിയ ശക്തിയോടെ അങ്ങനെ നിന്നു. അതാണ് ഇവിടെ വർണ്ണിച്ചത്. പിന്നെയോ ചതുർയുഗാനാം ച സഹസ്രമപ്സു ചതുർയുഗാനാം ച സഹസ്രമപ്സു സ്വപൻ സ്വയോദീരിതയാ സ്വശക്തിയാം കാലാഖ്യാ സാധിതകർമ്മതന്ത്ര ലോകാൻ അപീതാൻ ദദൃശേ സ്വദേഹേ. ചതുർയുഗാനാം ച സഹസ്രമപ്സു. ചതുർയുഗങ്ങൾ 1000 ചതുർയുഗം അതങ്ങനെ അവിടെ കിടന്നു. 1000 ചതുർയുഗങ്ങളാണ് നൈമിത്തിക പ്രളയത്തിൻ്റെ കാലം. അത്രയും കാലം ഭഗവാൻ യോഗനിദ്രയിൽ അങ്ങനെ മുഴുകിക്കഴിഞ്ഞു. അങ്ങനെ പ്രളയാവസാനത്തിൽ തന്നെ ഉണർത്തണം എന്ന് ഭഗവാൻ ആ തൻ്റെ ശക്തിയായ കാലശക്തിയോട് ആദ്യം പറഞ്ഞിരുന്നു, ആദ്യം ആജ്ഞാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാലശക്തി ഭഗവാനെ വിളിച്ചുണർത്തി. അങ്ങനെ യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ഭഗവാൻ തന്നിൽ ലയിച്ചിരുന്ന ലോകങ്ങളെ കണ്ടു. ചതുർയുഗാനാം സഹസ്രം ച. ചതുർയുഗങ്ങൾ 1000 ചതുർയുഗം. അങ്ങനെ അപ്സു സ്വയാ സ്വപൻ, ആ ജലത്തിൽ യോഗനിദ്രയിൽ ആണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ ഉദീരിതയാ കാലാഖ്യ, താൻ മുൻകൂട്ടി തന്നെ ഉണർത്താനായി നിയോഗിക്കപ്പെട്ടിരുന്ന കാലാഖ്യ, കാലം എന്ന പേരുള്ള സ്വശക്തിയ, തൻ്റെ ശക്തിയാൽ ആസാദിത കർമ്മതന്ത്ര, സംപ്രാപിതമായ ക്രിയാവൈവിധ്യത്തോടു കൂടിയവനായപ്പോൾ സ്വദേഹേ അപീതാൻ ലോകാൻ ദദൃശേ, തൻ്റെ ശരീരത്തിൽ ലയിച്ചിരിക്കുന്ന ലോകങ്ങളെ കണ്ടു. അതാണ് വർണ്ണിച്ചത്. എന്നിട്ടോ തസ്യാർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേ അന്തർഗതോർത്ഥോരസാതനീയാൻ ഗുണേന കാലാനുഗതേന വിദ്ധഃ സൂക്ഷ്യം തദാഭിദ്യത നാഭിദേശാത്. അർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേ അന്തർഗതഃ തനീയാൻ അർത്ഥഃ കാലാനുഗതേന രരസാ ഗുണേന വിദ്ധഃ സൂക്ഷ്യൻ നാഭിദേശാത് തഥാ അഭിദ്യത. അഭിദ്യത പറഞ്ഞാൽ പുറത്തു വന്നു. എന്ത് പുറത്തു വന്നു? അർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേ, ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന ആ ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാന്റെ ആ സങ്കല്പരൂപേണയുള്ള ആ ദൃഷ്ടി പതിഞ്ഞപ്പോൾ, ഭഗവാനൊന്ന് നോക്കിയപ്പോൾ, ആ ഭൂതസൂക്ഷ്മത്തിൽ ഭഗവാനൊന്ന് നോക്കി, അതോടെ ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ആ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളെ കാലശക്തി കൊണ്ട് വികാരം പ്രാപിച്ച ആ രജോ ഗുണം സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഭഗവാന്റെ നോട്ടം കൊണ്ട് എല്ലാം അങ്ങോട്ട് ഉണ്ടാവുകയാണ്. അർത്ഥസൂക്ഷ്മാഭിനിവിഷ്ടദൃഷ്ടേ തസ്യ അന്തർഗതഃ, ഭഗവാന്റെ ആ ഉള്ളിലുള്ള ആ അർത്ഥസൂക്ഷ്മത്തിൽ തനീയാൻ അർത്ഥഃ, അതിസൂക്ഷ്മമായ ആ ഭൗതിക വസ്തു എന്ന് കൂട്ടിക്കോളും, പദാർത്ഥം. കാലാനുഗതേന രജസാ ഗുണേന, കാലത്തെ അനുസരിച്ച രജോ ഗുണത്താൽ വിദ്ധഃ, അത് സംക്ഷോഭിതമായി, ക്ഷോഭം സംഭവിച്ചു. എന്നിട്ട് സൂക്ഷ്യൻ നാഭിദേശാത് തഥാ അഭിദ്യത, നാഭിപ്രദേശത്തിൽ, ആ നാഭിപ്രദേശത്തിൽ നിന്ന് അപ്പോൾ പുറത്തു വന്നു. ഭഗവാന്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങളെ കാലശക്തി കൊണ്ട് വികാരം പ്രാപിച്ച രജോ ഗുണം സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെ ബീജം ഉൾക്കൊണ്ട ഒരു താമരമുട്ട് ഭഗവാന്റെ നാഭിയിൽ നിന്ന് പുറമേക്ക് വന്നു. എന്നിട്ടോ സപത്മകോശഃ സഹസോദതിഷ്ഠത് കാലേന കർമ്മപ്രതിബോധനേന സ്വരോജിഷാ തത്സലിലം വിശാലം വിദ്യോതയന്നർക്കൈവാത്മയോനിഃ. സപത്മകോശഃ, ആത്മയോനിഃ, സഹ പരമാത്മാവിൽ നിന്ന് ഉണ്ടായ ആ സൂക്ഷ്മപദാർത്ഥം, വിശാലം തത് സലിലം അർക്കഃ ഇവ, ആ വിശാലമായ ആ പ്രളയജലത്തെ അർക്കഃ ഇവ, സൂര്യനെപ്പോലെ, സ്വരോജിഷ സ്വന്തം ദീപ്തിയാൽ, വിദ്യോദയൻ തിളക്കിക്കൊണ്ട്, കർമ്മപ്രതിബോധനേന കാലേന സഹസാ പത്മകോശഃ ഉതതിഷ്ഠത്. ഭഗവാനിൽ നിന്നുണ്ടായ ആ താമരമുട്ട് കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായി പ്രളയജലത്തെ തൻ്റെ തേജസ്സിനാൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ജലത്തിന് മേലെ അങ്ങനെ പൊങ്ങി വന്നു.
ആ കാരണജലത്തിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി വന്നു. ഉദതിഷ്ഠതു എന്ന് പറഞ്ഞാൽ പൊന്തി വന്നു എന്നർത്ഥം. തല്ലോകപത്മം സ ഉ ഏവ വിഷ്ണു പ്രാവീവിശത് സർവഗുണാവഭാസം തസ്മിൻ സ്വയം വേദമയോ വിധാത സ്വയംഭുവം യം സ്മ വദന്തി സോഭൂത്. തല്ലോകപത്മം സ ഉ ഏവ വിഷ്ണു സർവഗുണാവഭാസം എല്ലാ ഗുണങ്ങളെയും അവഭാസിപ്പിച്ചിരുന്ന തത്ത് ലോകപത്മം ആ ലോകബീജാത്മ പത്മത്തെ ആ താമരയെ സ വിഷ്ണു ഏവ അതിന് കാരണമായ ആ പത്മം ഉണ്ടാവാൻ കാരണമായ ആ വിഷ്ണു തന്നെ പ്രാവീവിശത്ത് ആ താമരയിലേക്ക് പ്രവേശിച്ചു. ഊ തസ്മിൻ ഊ എന്ന് പറഞ്ഞാൽ ആഹ എന്ന് കാണിക്കുകയാണ്. അതിൽ സ്വയം വേദമയ വിധാത ആ വിഷ്ണു ഭഗവാൻ താമരയിലേക്ക് പ്രവേശിച്ചില്ലേ, ആ ഭഗവാൻ തന്നെ എന്തായി വേദസ്വരൂപനായ സ്രഷ്ടാവ്, എന്താണ് ബ്രഹ്മാവ്. യം സ്വയംഭുവം വദന്തി സ്മ സ അഭൂത്. യാതൊരുവനെയാണോ എല്ലാവരും സ്വയംഭൂ എന്ന് വിളിക്കുന്നത്, ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്, ആ ബ്രഹ്മാവ് അങ്ങനെ ഉണ്ടായി. പൂർവകൽപ്പാന്തത്തിൽ ഭഗവാനോട് ഐക്യം പ്രാപിച്ചിരുന്ന ബ്രഹ്മാവ് ഇപ്പോൾ ദാ ഭഗവാന്റെ നാഭീപത്മത്തിൽ നിന്ന് വീണ്ടും പ്രകടമായി. അതുകൊണ്ട് ഈ ഒരു പത്മത്തിന് പാത്മകൽപ്പം എന്ന് പേര്. പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിന് 4 മുഖം ഉണ്ടായി. അതെങ്ങനെയാണെന്ന് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. തസ്യാം സചാംഭോരുഹകർണികായാം അവസ്ഥിതോ ലോകമപശ്യമാനഃ പരിക്രമൻ വ്യോംനി വിവൃത്തനേത്രഃ ചത്വാരി ലേഭേ അനുദിശം മുഖാനി. തസ്യാം സചാംഭോരുഹകർണികായാം ആ സ്വയം ഭവിച്ച ബ്രഹ്മാവ്, സ്വയംഭൂവായിരിക്കുന്ന ബ്രഹ്മാവ് താമരപ്പൂവിൻ്റെ കർണികയിലിരുന്ന് ഇതാണ് ചാംഭോരുഹ കർണികായാം കേട്ടോ. ലോകം ഒന്നും കാണാത്തതിനാൽ താൻ എവിടുന്ന് വന്നു, എങ്ങോട്ടാ പോകേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയാതെ ലോകം അപശ്യമാനഃ ലോകം ഒന്നും കാണാതെ ബ്രഹ്മാവ് 4 ഭാഗത്തേക്ക് നോക്കി എന്നാണ്. പരിക്രമൻ വ്യോംനി വിവൃത്തനേത്ര ചത്വാരി ലേഭേ അനുദിശം മുഖാനി. 4 ഭാഗത്തേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് 4 മുഖങ്ങളുണ്ടായി എന്നാണ്. ഇതാണ് പറഞ്ഞത്. ചത്വാരി മുഖാനി ലേഭേ, അങ്ങനെ 4 മുഖങ്ങളെ ലഭിച്ചു. എന്നിട്ടോ തസ്മാദ് യുഗാന്തശ്വസന അവഘൂർണ ജലോർമി ചക്രാത് സലിലാദ് വിരൂഢം ഉപാശ്രിത കഞ്ചമൂലോകതത്വം നാത്മാനമദ്ധാവിതത് ആദിദേവ. എന്നിട്ടെന്തേ ഉണ്ടായി അത് വർണ്ണിക്കുകയാണ്. ആ പ്രളയകാലത്തെ വായുവിൻ്റെ ശക്തി കൊണ്ട് ഇളകി മറിയുന്ന ആ തിരമാലകളോട് കൂടിയ ജലത്തിലെ താമരയിലിരിക്കുന്ന ബ്രഹ്മാവ് ലോകത്തിൻ്റെ സാരമായ താമരയോ തന്നെയോ അറിഞ്ഞില്ല. ഈ താമരപ്പൂവിലിരിക്കുന്ന ഞാനാര്, ഈ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമര എവിടെ നിന്നുണ്ടായി, ഇതിനൊരു അടിസ്ഥാനം ഇല്ലാണ്ടിരിക്കില്ല, ഇതിനൊരു ആശ്രയം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് അദ്ദേഹം കണക്കാക്കി ഊഹിച്ചു. യുഗാന്ത ശ്വസനാവഘൂർണ ജലോർമി ചക്രാത്ത്, ആ വായുവിലങ്ങനെ ഇളകി മറിയുന്ന തിരമാലകളുള്ള ആ ജലത്തിൽ ഇരിക്കുന്ന തസ്മാത് സലിലാത് വിരൂഢം, ആ വെള്ളത്തിൽ നിന്ന് മുളച്ചു വന്ന കഞ്ചം ആ താമരയെ തന്നെ ഉപാശ്രയിച്ചിരിക്കുന്നവനാണെങ്കിൽ കൂടി ആദിദേവ ലോകതത്വം ആത്മാനം അദ്ധ, ബ്രഹ്മാവ് ലോകത്തിൻ്റെ ആ സാരഭൂതമായ അതിനെക്കുറിച്ചും ആത്മാനം തന്നെക്കുറിച്ചും അദ്ധ ശരിക്ക് വേണ്ടതുപോലെ എന്നർത്ഥം. എന്നാൽ അവിധത്ത് അറിഞ്ഞില്ല. ബ്രഹ്മാവിന് ലോകസൃഷ്ടിക്ക് വേണ്ട ജ്ഞാനക്രിയാശക്തി ലഭിക്കാൻ പോകുന്നത് ആ വാസുദേവനെ, ആ നാരായണനെ ഉപാസിച്ചിട്ടാണ്. സ്വതവേ അതുണ്ടായിരുന്നില്ല. അത് കാണിക്കാനാണ് ബ്രഹ്മാവിനുണ്ടായ ആ മോഹത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ആദിദേവനായ ബ്രഹ്മദേവൻ സ്വയം വേദമയനായിട്ട് കൂടി തന്നിലെ ആ ജ്ഞാനം മറനീങ്ങി പുറത്തു വരാൻ ഭഗവാനെ ആശ്രയിക്കേണ്ടി വന്നു എന്നാണ്. നമ്മളുള്ളതുകൊണ്ട് ജ്ഞാനം, പക്ഷെ അത് മറനീക്കി പുറത്തേക്ക് വരണമെങ്കിൽ ആ ഭഗവാനെ ആശ്രയിക്കണം, അപ്പോഴേ സമാധാനമാവുള്ളൂ. സമാധാനമുള്ളിലുണ്ട്, പക്ഷെ അത് പ്രകടമാവണില്ല. ശാന്തി അനുഭവിക്കണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കാൻ വേണമെന്ന് കാണിക്കുകയാണ്. ഇനി ആ ബ്രഹ്മാവിനുണ്ടായ മോഹം അത് വിവരിക്കുകയാണ് 18ാമത്തെ ശ്ലോകം. നോക്കൂ.
ക ഏഷയോസൗ അഹമബ്ജപൃഷ്ഠാ ഏതത് കുതോ വാബ്ജമനന്യദപ്സു അസ്തി ഹ്യധസ്താദിഹ കിഞ്ചനൈതത് അധിഷ്ഠിതം യത്ര സതാനുഭാവ്യം. ക ഏഷ ആണ് യഹ അസൗ അബ്ജപൃഷ്ഠേ ഏഷ അഹം കഹ. ഈ താമരപ്പൂവാകുന്ന ഇരിപ്പിടത്തിലിരിക്കുന്ന ഈ ഞാൻ ആരാണ്? ഞാൻ ആരെന്നുള്ളത് അറിയില്ല അദ്ദേഹത്തിന്. അബ്സു അനന്യത്ത്, വെള്ളത്തിൽ ഒറ്റയായി നിൽക്കുന്ന ഏതത് അബ്ജം, ഈ താമര എവിടെ നിന്ന് വന്നതാവും? ഇഹ കിഞ്ചന അസ്ഥീഹി ഏതത്, ഇവിടെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം, അല്ലാതെ ഇങ്ങനെ കാണില്ലല്ലോ. ഒരു കാര്യം നടക്കണ്ടേ, കാരണം വേണ്ടേ? ഏതത് എത്ര അധിഷ്ഠിതം, ഇത് യാതൊന്നിലാണ് അധിസ്ഥിതി ചെയ്യുന്നത്. എന്താണതിന് അടിസ്ഥാനം? അതസ്താത് സതാ ഭാവ്യം. അധോഭാഗത്തിൽ ഉള്ളതായിട്ട് വരേണ്ടതാണ് തീർച്ച. ഇതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നങ്ങനെ അദ്ദേഹം കണക്കാക്കി. എന്നിട്ടോ സയിത്തമുദ്വീക്ഷ്യ തദ്ബ്ജനാളനാഡീഭിരന്തർജലം ആവിവേശ നാർവാഗതസ്തത് ഖരനാളനാളനാഭിം വിജിന്വൻ തത് അവിന്ദദാജ. സയിത്തമുദ്വീക്ഷ്യ, സഹ അജഹ, ആ ബ്രഹ്മദേവൻ ഇത്തമുദ്വീക്ഷ്യ, ഇപ്രകാരം ആലോചിച്ചിട്ട് തത് അബ്ജനാളനാഡീഭി, ആ താമരത്തണ്ടിലൂടെ, ആ താമരത്തണ്ടിൻ്റെ സുഷിരങ്ങളിലൂടെ അന്തർജലം ആവിവേശ, വെള്ളത്തിനുള്ളിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. തത് ഖരനാളനാളനാഭിം, ആ താമരയുടെ തണ്ട് ഉത്ഭവിച്ച ഇടം, വിചിന്വൻ, അത് അന്വേഷിച്ചുകൊണ്ട്, അർവാഗത തത് ന അവിന്ദത, കുറേ ദൂരം പോയെങ്കിലും അതിനെ കണ്ടെത്താൻ ആയില്ല. എവിടെ നിന്നാണ് ഈ താമര ഉണ്ടായതെന്ന് അന്വേഷിച്ച് ബ്രഹ്മദേവൻ താമരത്തണ്ടിനുള്ളിലൂടെ താഴോട്ട് കുറേ സഞ്ചരിച്ചു. 100 സംവത്സരക്കാലം അങ്ങനെ സഞ്ചരിച്ചിട്ടും ബ്രഹ്മദേവന് താമരയുടെ ഉൽപ്പത്തിസ്ഥാനം കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ തമസ്യ പാരേ വിദുരാത്മസർഗം വിജുന്യുതോ ഭൂത് സുമഹാം സ്ത്രിണേഭി യോ ദേഹഭാജാം ഭയമീരയാണ പരീക്ഷിണോത്യായു അജസ്യ ഹേതി. തമസ്യ പാരേ, അല്ലയോ വിദുര, അപാരേ തമസി ആത്മസർഗം വിചിന്നുത, അന്തമില്ലാത്ത അന്ധകാരത്തിൽ ഇരുട്ടിൽ താൻ ഇവിടുന്ന് ഉണ്ടായി എന്ന് അന്വേഷിച്ചുകൊണ്ട് സുമഹാൻ തൃണേമിഹി അഭൂത്, അതിദീർഘമായ കാലം അഭൂത് കഴിഞ്ഞുപോയി, കുറേ വർഷങ്ങളങ്ങനെ കഴിഞ്ഞു. താഴത്തേക്ക് പോവുകയാണ്, താൻ ഇവിടുന്ന് വന്നു അന്വേഷിച്ചിട്ട്. അജസ്യ ഹേതിഹി, ആ വിഷ്ണുവിൻ്റെ ഹേതിഹി, ചക്രായുധമായിട്ട് ദേഹഭാജാം ഭയം, ശരീരികൾക്ക് ഭീതിയെ ഈരയാണഹ ജനിപ്പിച്ചുകൊണ്ട് ആയുഹു പരീക്ഷിണോതി, ആയുസ്സിനെ അങ്ങനെ ക്ഷയിപ്പിക്കുന്നുണ്ടല്ലോ. കാലം അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അന്വേഷണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അതിനൊരു അവസാനമില്ല. ശരീരങ്ങളുടെ ആയുസ് ഇങ്ങനെ ക്ഷയിക്കാൻ വേണ്ടി വരുന്നിടത്തോളം കാലം, അതായത് ഒരു പുരുഷായുസ് 100 സംവത്സരം എന്നർത്ഥം, ഇങ്ങനെ കഴിഞ്ഞു എന്ന് സൂചന. തൻ്റെ കാരണത്തെ അന്വേഷിച്ച് ദീർഘകാലം അദ്ദേഹം ബഹിർമുഖനായിട്ട് അന്വേഷിച്ചു. അതാണ് പുറമേക്ക് നോക്കിയാൽ കിട്ടില്ല എന്ന് കാണിക്കുകയാണ്. കുറേ അന്വേഷിച്ചു, പ്രപഞ്ചം കീറി മുറിച്ചാൽ ഭഗവാനെ കിട്ടുമോ? പിന്നെ ആ ചതുർമുഖൻ അന്തർമുഖനായി അനുസന്ധാനം ചെയ്തു. അതാണ് പിന്നെയുള്ള ശ്ലോകങ്ങളിൽ കാണിക്കുന്നത്. 21, 22 നോക്കൂ. തതോ നിവൃത്തഃ അപ്രതിലബ്ധകാമഃ സുധിഷ്ണ്യമാസാദ്യ പുനഃസദേവഃ ശനിർജിതശ്വാസനിവൃത്തചിത്തഃ ന്യഷീദത് ആരൂഢസമാധിയോഗഃ കാലേന സോജഃ പുരുഷായുഷാഭിപ്രവൃത്തയോഗേന വിരൂഢബോധഃ സ്വയം തദന്തർഹൃദയേവ ഭാതം അപശ്യത എന്ന പൂർവം. സ്വയം തദന്തർഹൃദയേവ ഭാതം അപശ്യത എന്ന പൂർവം. തതോ നിവൃത്തഃ അപ്രതിലബ്ധകാമഃ സഹ ദേവഃ തതഃ നിവൃത്തഃ. ഭഗവാനെ കാണാതെ ആഗ്രഹിച്ച് സാധിക്കാതെ വന്ന സമയത്ത് ആ ബ്രഹ്മദേവൻ അതിൽ നിന്ന് പിൻവാങ്ങി. പുനഃ സ്വധിഷ്ണ്യം, വീണ്ടും സ്വസ്ഥാനത്തെ ആസാദ്യ പ്രാപിച്ച് ശനൈഹി സാവകാശം ജിതശ്വാസ നിവൃത്തചിത്ത, തൻ്റെ ശ്വാസത്തെ നിരീക്ഷിച്ച് ആ പ്രാണായാമം ചെയ്ത് മനസ്സിനെ അടക്കി ആരൂഢസമാധിയോഗ നിഷീദത്, സമാധിയോഗത്തെ അവലംബിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. എന്നിട്ടോ പുരുഷായുഷ കാലേന അഭിപ്രവൃത്തയോഗേന, പുരുഷായുസ്സാകുന്ന 100 വർഷക്കാലം കൊണ്ട് അഭിപ്രവൃത്തയോഗേന പരിശീലിച്ച് വളർത്തിയ ആ സമാധിയോഗം കൊണ്ട് വിരൂഢബോധ സഹ അജഹ, ആത്മബോധം ഉറച്ച
ആ ബ്രഹ്മദേവൻ പൂർവം യത് ന അപശ്യത, മുമ്പ് ആ യാതൊന്ന് കണ്ടില്ലയോ, തത് അതിനെ, തൻ്റെ അടിസ്ഥാനത്തെ, അന്തർഹൃദയെ സ്വയം അവഭാതം അപശ്യത, ഹൃദയാന്തരത്തിൽ പ്രകടമായി അവഭാസിച്ചതായി കണ്ടു, തൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നു താൻ എവിടെ നിന്നുണ്ടായി എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ളിലറിഞ്ഞു. ബ്രഹ്മാവിൻ്റെ ഹൃദയാന്തരത്തിൽ പ്രകാശിച്ച ആ കാരണസ്വരൂപത്തെ ഇനി അങ്ങോട്ട് 9 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ്. ഇത്രയും പറഞ്ഞ വിഷയം വ്യക്തമല്ലേ? ബ്രഹ്മദേവൻ താമരത്തണ്ടിലൂടെ താഴോട്ട് കുറേ സഞ്ചരിച്ചു. 100 സംവത്സരക്കാലം അങ്ങനെ സഞ്ചരിച്ചിട്ടും ബ്രഹ്മദേവന് താമരയുടെ ഉൽപ്പത്തി സ്ഥാനം കാണാൻ പറ്റിയില്ല. നിരാശനായ ബ്രഹ്മാവ് താൻ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ പുറമേക്ക് അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് തൻ്റെ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും പ്രാണായാമം കൊണ്ട് മനസ്സിനെയും അടക്കി ബ്രഹ്മദേവൻ 100 സംവത്സരക്കാലം തപസ് ചെയ്തു. ഇന്ദ്രിയങ്ങൾ അകത്തേക്ക് തിരിച്ചു എന്നാണ്, അന്തർമുഖനായി എന്നർത്ഥം. തപസ്സിൻ്റെ അവസാനത്തിൽ ബ്രഹ്മദേവൻ തൻ്റെ ഹൃദയത്തിൽ തൻ്റെ അധിഷ്ഠാനത്തെ ദർശിച്ചു, തനിക്ക് അധിഷ്ഠാനമായ തത്വത്തെ കണ്ടു. ആ കണ്ട അധിഷ്ഠാനത്തെ വർണ്ണിക്കുകയാണ്, ആ ഭഗവാനെ വർണ്ണിക്കുന്നു. മൃണാളഗൗരായതശേഷഭോഗപര്യങ്ക ഏകം പുരുഷം ശയാനം ഭണാതപത്രായുധമൂർധരത്നദ്യുഭിർഹതധ്വാന്തയുകാന്തതോയേ. എങ്ങനെയാണ്? 1000 കിരീടങ്ങളണിഞ്ഞ് പ്രളയാന്ധകാരത്തെ നശിപ്പിക്കുന്ന ശോഭയോടുകൂടിയ, അതുപോലെ താമരവളയം പോലെ വെളുത്ത ശരീരത്തോടു കൂടിയവനുമായ ആ ആദിശേഷനെ കണ്ടു. ആ ആദിശേഷനിൽ അനന്തൻ്റെ മുകളിൽ യോഗനിദ്രയിലും ഒഴുകിക്കിടക്കുന്ന ആ വിഷ്ണു ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. അതാണ് മൃണാളഗൗരായതശേഷഭോഗപര്യങ്ക ഏകം പുരുഷം ശയാനം ഭണാതപത്രായുധ മൂർധരത്നദ്യുഭി. ഭണങ്ങളാകുന്ന കുടകൾ ചൂടിയ അനേകം ശിരസ്സുകളിലെ രത്നപ്രഭകളാൽ ഹതധ്വാന്ത യുഗാന്തതോയെ, നശിപ്പിക്കപ്പെട്ട അന്ധകാരത്തോടു കൂടിയ ആ പ്രളയജലത്തിൽ മൃണാളഗൗരായത ശേഷഭോഗപര്യങ്കേ, താമരവളയം പോലെ വെണ്മയാർന്ന വെണ്മ ചേർന്ന് നീണ്ടു കിടക്കുന്ന ആ ആദിശേഷനാവുന്ന തൽപ്പത്തിൽ, താമരവളയം പോലെ കിടക്കുന്ന ആ ആദിശേഷനിൽ ശയാനം, അങ്ങനെ ശയിക്കുന്ന, പള്ളിക്കുറിപ്പ് കൊള്ളുന്ന ഏകം പുരുഷം, ഏകനായ ആ പരബ്രഹ്മത്തെ, ആ പുരുഷനെ കണ്ടു. പ്രേക്ഷാം ക്ഷിപന്തം ഹരിതോപലാദ്രേ സന്ധ്യാഭ്രനീവേരുരുക്മമൂർധ്നഃ രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജോ വേണുഭുജാഘ്രിപാഘ്രേ. പ്രേക്ഷാം ക്ഷിപന്തം ഹരിതോപലാദ്രേ സന്ധ്യാഭ്രനീവേരുരുക്മമൂർധ്ന. സന്ധ്യാഭ്രനീവേ, സന്ധ്യാമേഘമാവുന്ന ഉടുവസ്ത്രത്തോടും. ആ ഭഗവാനെ വർണ്ണിക്കുകയാണ്, എങ്ങനെയാണ് കാണാമെന്നുള്ളത് വർണ്ണിക്കുകയാണ്. സന്ധ്യാമേഘങ്ങളാകുന്ന മഞ്ഞപ്പട്ടണിഞ്ഞവനും സസ്യങ്ങൾ, സുഗന്ധപുഷ്പങ്ങൾ ഇവയാൽ നിർമ്മിതമായ വനമാലയണിഞ്ഞവനും, അതാണ് വർണ്ണിക്കുന്നത്. ഒരു രുക്മ മൂർധന, ആ രത്ന കിരീടം ധരിച്ച്, രത്നോദധാരൗഷധി സൗമനസ്യ വനസ്രജ, രത്നമാലയും അവിടെയുള്ള സസ്യങ്ങളെ കൊണ്ടുള്ള മാല, അതുപോലെ ആ വനങ്ങളിൽ നിന്ന് കിട്ടുന്ന പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ മാല, അങ്ങനെയുള്ള മാലകളൊക്കെ അണിഞ്ഞ് വേണുഭുജ അംഘ്രിപാഘ്രേഹെ, വേണുഭുജ അംഘ്രിപാഘ്രേഹെ, മുളകളാകുന്ന കൈകളോടും മരങ്ങളാവുന്ന കാലുകളോടും കൂടിയ ഹരിതോപലാദ്രേഹേ പ്രേക്ഷണം ക്ഷിപന്തം, മരതക മലയുടെ കമനീയതയെ വെല്ലുവിളിക്കുന്ന മഹാപുരുഷനെ കണ്ടു എന്നാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സുഗന്ധപുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ ആ വനമാലയണിഞ്ഞ് മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന കാലുകളോടും കൂടിയവനും മരതകമല പോലെ ശോഭിക്കുന്നവനുമായ ആ ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. പലതരത്തിലുള്ള ദിവ്യ ആഭരണങ്ങൾ അണിഞ്ഞ ആ ഭഗവാനെ. ആയാമതോ വിസ്തരത സ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാം ശുകാനാം കൃതശ്രിയാപാശിതവേഷദേഹം. ആയാമതോ
വിസ്തരതഃ സ്വമാനദേഹേന. വിചിത്ര ദിവ്യാഭരണാംശുകാനാം, പലതരത്തിലുള്ള ദിവ്യാഭരണ വസ്ത്രങ്ങളുടെ കൃതശ്രിയ, ശോഭ കൊണ്ട് പ്രകാശിക്കുന്നതും. ലോകത്രയ സംഗ്രഹേണ ആയാമതഃ, 3 ലോകത്തെയും ഉൾക്കൊണ്ട ഭഗവാൻ. ആയാമതഃ വിസ്തരതഃ സ്വമാനദേഹേന അപാശ്രിത വേഷദേഹം. ദൈർഘ്യം കൊണ്ടും വൈപുല്യം കൊണ്ടും സ്വമാനദേഹേന ശോഭനമായതും നിരുപമമായതുമായിരിക്കുന്ന ശരീരം കൊണ്ട് അപാശ്രിത വേഷദേഹം, അലങ്കാര ചാരുമൂർത്തിയായ ആ മഹാപുരുഷനെ കണ്ടു. ആ ഭഗവാനെ കണ്ടു. ആയാമതോ വിസ്തരതഃ സ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്ര ദിവ്യാഭരണാംശുകാനാം, പലതരത്തിലുള്ള ദിവ്യാഭരണങ്ങളോട് കൂടിയും പട്ടാമ്പരം, ആ ദിവ്യ പട്ടാമ്പരം അണിഞ്ഞും 3 ലോകങ്ങളെയും ഉള്ളിൽ ധരിച്ചിരിക്കുന്നതും നീളം കൊണ്ടും വിസ്താരം കൊണ്ടും അപാരവും ഒരിക്കലും ഉപമിക്കാൻ കഴിയാത്തതുമായിരിക്കുന്ന ആ ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. പുംസാം സ്വകാമായ വിവിക്തമാർഗൈഃ അഭ്യർച്ചതാം കാമദുഃഖാഘ്രിപത്മം പ്രദർശയന്തം കൃപയാ നഖേന്ദുമയൂഖഭിന്നാങ്കുലിചാരുപത്രം. എന്താ പറയണത്? നഖേന്ദുമയൂഖഭിന്നാങ്കുലിചാരുപത്രം. എന്താ പറയണത്? മനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. നഖങ്ങളാകുന്ന ചന്ദ്രന്മാരുടെ രശ്മികളാൽ ശോഭിക്കുന്നതും ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ വർഷിച്ചു കൊടുക്കുന്നതുമായിരുന്നു ഭഗവാന്റെ ആ അതിമനോഹരങ്ങളായ പാദപങ്കജങ്ങൾ. അതാണ് വർണ്ണിച്ചത്. നഖേന്ദുമയൂഖ ഭിന്നാങ്കുലി ചാരുപത്രം. നഖങ്ങളാകുന്ന ചന്ദ്രന്മാരുടെ കിരണങ്ങളാൽ വിടർന്ന വിരലുകളാവുന്ന മോഹന ദളങ്ങളുള്ളതും സ്വകാമായ വിവിക്ത മാർഗൈഹി, തൻ്റെ അഭീഷ്ടസിദ്ധിക്കായി വിശുദ്ധ പദ്ധതികളിലൂടെ അഭ്യർച്ചതാം പുംസാം, ആരാധിക്കുന്ന ഭക്തന്മാർക്ക് അഭീഷ്ടാർത്ഥങ്ങളെ ചൊരിയുന്നതുമായ ഭഗവാന്റെ പാദപങ്കജത്തെ, ഭഗവാന്റെ പാദത്തെ വർണ്ണിക്കുകയാണ്. ആ ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടിയ ഭഗവാന്റെ ആ പാദകമലങ്ങളെ കൃപയാ പ്രദർശയന്തം, കാരുണ്യത്താൽ പ്രദർശിപ്പിക്കുന്ന ആ മഹാപുരുഷനെ, വിഷ്ണു ഭഗവാനെ കണ്ടു. മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരത് കുണ്ടലമണ്ഡിതേന ശോണായതേനാധരബിംബഭാസാ പ്രത്യർഹയന്തം സുനസേന സുഭ്രുവ. മുഖേന ലോകാർത്തിഹരസ്മിതേന, ആശ്രയിക്കുന്നവരുടെ താപങ്ങൾ മുഴുവൻ തീർത്തു കൊടുക്കുന്ന ഭഗവാന്റെ ആ പുഞ്ചിരി. പരിസ്ഫുരത് കുണ്ടലമണ്ഡിതേന, മിന്നിത്തിളങ്ങുന്ന കുണ്ടലങ്ങൾ അണിഞ്ഞ്, അധരബിംബഭാസ, ചെന്തൊണ്ടിപ്പഴത്തിൻ്റെ ആ സൗന്ദര്യം, പവിഴം പോലുള്ള ഭഗവാന്റെ അധരം. ശോണായിതേന സുനസേന സുഭ്രുവ, ആ ചുവന്നിരിക്കുന്ന ആ ഭഗവാന്റെ സുനസേന, അഴകാർന്ന നാസികയുള്ള സുഭ്രുവ മുഖേന പ്രത്യർഹയന്തം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ മനോഹരമായ പുരികക്കൊടി, അങ്ങനെയുള്ള തിരുമുഖം, അങ്ങനെയുള്ള ആ ഭഗവാനെ ആര് കണ്ടു? ബ്രഹ്മാവ് കണ്ടു. ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖത്തെ നശിപ്പിക്കുന്ന പുഞ്ചിരി, മകരകുണ്ടലങ്ങൾ, ആ മകരകുണ്ടലങ്ങളാൽ പ്രതിബിംബിക്കുന്ന ഭഗവാന്റെ ആ കവിൾത്തടം, ഭഗവാന്റെ മുഖം, പവിഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, ഭംഗിയുള്ള ഭഗവാന്റെ നാസിക, സുന്ദരങ്ങളായ പുരികക്കൊടി, അങ്ങനെ ശോഭിക്കുന്ന ഭഗവാന്റെ മുഖാരവിന്ദം, ഭക്തന്മാരെ അനുഗ്രഹിച്ചരുളുന്ന ഭഗവാന്റെ ആ മുഖം ആര് കണ്ടു? ബ്രഹ്മാവ് കണ്ടു. കദംബകിഞ്ചൽ കപിശങ്കവാസസാ സ്വലംകൃതം മേഖലയാ നിദംബേ ഹാരേണ ചാനന്ദധനേന വത്സ ശ്രീവത്സ വക്ഷസ്ഥലവല്ലഭേന. കടമ്പിന് പൂവിൻ്റെ അല്ലി പോലെ മഞ്ഞ നിറത്തിലുള്ള ഭഗവാന്റെ പട്ടാമ്പരം, പട്ടുപീതാംബരം, ശ്രീവത്സം എന്ന ആ മറുക്, മുത്തുമാല അണിഞ്ഞ ആ ഭഗവാന്റെ ശരീരം ബ്രഹ്മാവ് കണ്ടു. അതാണ് വർണ്ണിക്കുന്നത്. കദംബകിഞ്ചൽക്ക പിശങ്കവാസസ. അല്ലയോ വിതുരരെ വത്സ, കദംബകിഞ്ചൽക്ക പിശങ്കവാസസ മേഖലയാ നിതംബേ സ്വലംകൃതം ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന അനന്തധനേന ഹാരേണ ച സ്വലംകൃതം.
വിതുരരെ കദംബപുഷ്പത്തിൻ്റെ കേസരം പോലെ മഞ്ഞ നിറം ചേർന്ന വസ്ത്രത്താലും മേഖലയാ ഉദരബന്ധത്താലും നിതംബേ സ്വലങ്കൃതം അരക്കെട്ടിൽ നന്നായി അലങ്കൃതനായി അരയിൽ ചാർത്തി അരഞ്ഞാണം അതാ വർണ്ണിച്ചത്. ശ്രീവത്സവക്ഷ സ്ഥലവല്ലഭേന തൻ്റെ ആ ശ്രീവത്സം എന്ന മറുക് തൻ്റെ ഭക്തൻ്റെ കാൽപ്പാട് അനന്തധനേന അനർഘമായ ഹാരേണ മുത്തുമാലയാലും സ്വലങ്കൃതം നന്നായി അലങ്കൃതനായ ആ മഹാപുരുഷനെ ബ്രഹ്മാവ് കണ്ടു. പരാർഘ്യകേയൂരമണിപ്രവേഗപര്യസ്തദോർദണ്ഡസഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാഘ്രിപേന്ദ്രം അഹീന്ദ്രഭോഗൈ അധിവീതവത്സം. പരാർഘ്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത കേയൂരം തോൾവള. ആ തോൾവളകളിലെ മണിപ്രവേഗപര്യസ്ത ദോർദണ്ഡ സഹസ്രശാഖം വിശിഷ്ടരത്നങ്ങളാൽ അഭിവ്യാപ്തങ്ങളായ ഭുരുദണ്ഡങ്ങളാവുന്ന അസംഖ്യശാഖകളുള്ള അവ്യക്തമൂലം വ്യക്തമല്ലാത്ത മുരടോടുകൂടിയ അഹീന്ദ്രഭോഗൈഹി ആ സർപ്പരാജ ശരീരാവയവങ്ങളാൽ അധിവീതവത്സം ഭുവനാഘ്രിപേന്ദ്രം ചുറ്റപ്പെട്ട സ്കന്ധത്തോടുകൂടിയ ഭുവനാത്മക ചന്ദന വൃക്ഷസ്വരൂപനെ കണ്ടു. എന്താ പറയണത്? തോൾവളകളിൽ ശോഭിക്കുന്ന രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും ചന്ദനവൃക്ഷം പോലെ ശോഭിക്കുന്നവനുമായ ആ ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു എന്നർത്ഥം. ചരാചരൗക്കോ ഭഗവൻ മഹീധ്രം അഹീന്ദ്രബന്ധും സലിലോപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗം ആവിർഭവത് കൗസ്തുഭരത്നഗർഭം. ചരാചരൗകോ ഭഗവൻ മഹീധ്രം എന്താ പറയുന്നത്? ചരാചരങ്ങളായ ജീവജാലങ്ങളുടെ വാസസ്ഥാനമായി ആദിശേഷനാകുന്ന സർപ്പശ്രേഷ്ഠൻ്റെ ബന്ധുവായി ജലത്താൽ ചുറ്റപ്പെട്ടവനായി കീടങ്ങളാകുന്ന അനേകം കൊടുമുടികളോട് കൂടിയവനായി ആ മാറിലണിഞ്ഞ കൗസ്തുഭരത്നത്തോടു കൂടിയവനായി പർവ്വത സമാനനായ ആ ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു എന്നർത്ഥം. ചരാചരൗകോ ഭഗവൻ മഹീധ്രം അഹീന്ദ്രബന്ധും. ചരാചരൗക ചരാചരങ്ങളായ ജീവജാലങ്ങളുടെ ആവാസമായി, അഹീന്ദ്രബന്ധും സർപ്പപ്രവരബന്ധുവായി, സലിലോപഗൂഢം ജലത്താൽ ആവൃതമായി, കിരീടസാഹസ്ര ഹിരണ്യശൃംഗം അനേകം കിരീടങ്ങളായ പൊന്മുടികളുള്ളതായി, ആവിർഭവത് കൗസ്തുഭരത്നഗർഭം മാറലണിഞ്ഞ ആ കൗസ്തുഭരത്നത്തോടു കൂടിയവനുമായ ഭഗവാനെ, ഭഗവൻ മഹീധ്രം ഭഗവാനാകുന്ന ആ പർവ്വതത്തെ ബ്രഹ്മാവ് കണ്ടു. ചരാചരങ്ങളുടെ ആവാസത്വം, സർപ്പബന്ധുത്വം, സമുദ്രജല ആവൃതത്വം, സുവർണശൃംഗത്വം, രത്നഗർഭത്വം, അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭഗവാനൊരു പർവ്വതമായിട്ട് കണക്കാക്കുകയാണ്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. നിവീതമാംനായ മധുവ്രതശ്രിയ സ്വകീർത്തിമയ്യാ വനമാലയാ ഹരിം സൂര്യേന്ദുവായു അഗ്ന്യഗമം ത്രിധാമഭിപരിക്രമത് പ്രാധനികൈർദുരാസദം. നിവീതം ആംനായ മധുവ്രതശ്രിയ സ്വകീർത്തിമയ്യാ വനമാലയാ. എന്താ പറയണത്? വേദങ്ങളാൽ വാഴ്ത്തി സ്തുതിക്കപ്പെടുന്നവനും തൻ്റെ കീർത്തിസ്വരൂപമായ വനമാല അണിഞ്ഞവനും, പിന്നെയോ സൂര്യേന്ദുവായു അഗ്നി അഗമം സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവർക്ക് പോലും പ്രാപിക്കാൻ കഴിയാത്തവനും, പിന്നെയോ ത്രിധാമഭിഹി പരിക്രമത് പ്രാഥനികേർ ദുരാസതം 3 ലോകങ്ങളിലും വ്യാപിച്ച തെരസ്സോടുകൂടിയ ആ സുദർശന ചക്രം മുതലായ ആയുധങ്ങളാൽ ആർക്കും എതിർക്കാൻ സാധിക്കാത്തവനായ ഭഗവാനെ ബ്രഹ്മാവ് കണ്ടു. തർഹ്യേവ തന്നാഭിസരസ്സരോജമാത്മാനമംഭശ്വസനം വിയച്ച ദദർശ ദേവോ ജഗതോ വിധാത നാതഃ പരം ലോകവിസർഗദൃഷ്ടി. തർഹ്യേവ തന്നാഭിസരസ്സരോജമാത്മാനമംഭഹാത്. അപ്പോൾ തന്നെ തന്നാഭിസരസ്സരോജം ആ ശ്രീഹരിയുടെ നാഭിയാകുന്ന തടാകത്തിലെ താമരയെയും തന്നെയും പ്രളയജലത്തെയും വായുവേയും ആത്മാനം അംഭ ശ്വസനം വിയത്ത് ച വിയത്ത് ആകാശം ആകാശത്തെയും കണ്ടു. ലോകവിസർഗദൃഷ്ടി ജഗത വിധാത ദേവ അതഃ പരം നദദർശ. ലോകസൃഷ്ടിയിൽ ദൃഷ്ടി ചേർന്നിരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ ഇതിനപ്പുറമൊന്നും കണ്ടെത്തിയില്ല. എന്താ കാണാനുള്ളത്? ഭഗവാനെ കണ്ടാൽ ഇനി വേറെ എന്തെങ്കിലും കാണണോ? ഭഗവാന്റെ നാഭിൽ നിന്നുണ്ടായ താമരപ്പൂവിനെയും അതിലിരിക്കുന്ന തന്നെയും പ്രളയജലത്തെയും വായുവിനെയും ആകാശത്തെയും ബ്രഹ്മാവ് കണ്ടു. ലോകസൃഷ്ടിയിലെ മനസ്സ് ഇരുത്തിയ ആ ബ്രഹ്മാവ്
ഇതിനപ്പുറം ഒന്നും കണ്ടില്ല. സകർമ്മബീജം രജസോപരക്ത പ്രജാ ശുശ്രൂക്ഷൻ യദേവ ദൃഷ്ടുവാ അസ്തൗദ്വിസർഗാഭിമുഖ തമീഡ്യം അവ്യക്തവർമ്മനി അഭിവേശിതാത്മാ. പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനായ ആ ബ്രഹ്മാവ് രജോഗുണത്തോട് ചേർന്നിരിക്കുന്നവനാണ്. അതാണ് സകർമ്മബീജം രജസോപരക്ത. രജസോപരക്ത രജസനോട് ചേർന്ന് രജസുവർ രജോഗുണം, രജോഗുണത്തോട് ചേർന്നിരിക്കുന്ന ബ്രഹ്മാവ് പ്രജകളെ സൃഷ്ടിക്കാൻ, പ്രജാശുശ്രൂക്ഷൻ പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവനായ ആ ബ്രഹ്മാവ് സർവേശ്വരനായ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭക്തിയോടെ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഈഡ്യം തം അസ്തൗത്, സ്തുത്യർഹനായ ആ ആദിപുരുഷനെ സ്തുതിച്ചു. ശ്രീഹരയേ നമഃ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ അഷ്ടമോധ്യായഃ. ഈ ഒരു അധ്യായത്തിൻ്റെ സാരം മനസ്സിലായല്ലോ. വിഷ്ണുവിൻ്റെ ആ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവ് ഉത്ഭവിച്ചതൊന്ന് വിസ്തരിച്ചതാണ്. ഇനി ആ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് 9ാമത്തെ അധ്യായത്തിൽ. നമുക്കടുത്ത ക്ലാസ്സിൽ കേൾക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.